ഒരു വർഗീയതയുടെ കൂട്ടിൽ വിചാരണ ചെയ്യാൻ പലരും ശ്രമിച്ചപ്പോ അതിന്റെ മുൻനിരയിൽ സഖാവ് പിണറായി വിജയൻ ഉണ്ടായിരുന്നു. പിണറായി വിജയനോട് ഞാൻ ചോദിക്കട്ടെ, സാമുദായിക പ്രവർത്തനം കൊണ്ട് രക്ഷപ്പെട്ടു വന്നവരാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും. കേരളത്തിലെ ഈഴവന്മാരെ രക്ഷപ്പെടുത്തിയത് പിണറായി വിജയന്റെ പാർട്ടി CPM ആണോ? അല്ല, ഈ SNDP ആണ്. കേരളത്തിലെ നായർ സമൂഹത്തെ രക്ഷപ്പെടുത്തിയത് CPM ആണോ? അല്ല, NSS ആണ്. കേരളത്തിലെ മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തിയത് CPM ആണോ? അല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ഈ സമുദായ സംഘടനകൾ ഇല്ലായിരുന്നുവെങ്കിൽ കേരളം എവിടെ എത്തുമായിരുന്നു എന്നറിയാൻ നിങ്ങൾക്ക് ബംഗാൾ മാത്രം നോക്കിയാൽ മതി. കേരളത്തിലെ സാമുദായിക സംഘാടനം സാമുദായിക സൗഹാർദ്ദത്തിന് വലിയ പ്രാധാന്യമുണ്ടാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു സമുദായം എന്ന നിലക്ക് കേരളത്തിലെ ഏറ്റവും വലിയ സമുദായം ആരാണ്? ലീഗിന്റെ മേക്കിട്ടുകയറാൻ, ലീഗിന്റെ അംഗബലം വെച്ച് മാത്രമല്ല, 5 മന്ത്രിമാർ മുസ്ലിം ലീഗിന് വരുമ്പോഴേക്കും ഹാലിളകി സംസാരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഏറ്റവും വലിയ സമുദായം ഏതാണ്? അത് മുസ്ലിം സമുദായമാണ്. 27% മുസ്ലിങ്ങളുണ്ട് കേരളക്കരയിൽ. 27% കേരളത്തിലെ മുസ്ലിങ്ങളും അതുപോലെ തന്നെ 11% ഇവിടുത്തെ നായർ സമൂഹവും മികച്ച ബന്ധമാണ് ഈ രാജ്യത്തുണ്ടാക്കിയത്. മികച്ച ബന്ധമാണ്. 1960 ഇന്ത്യയിൽ കേരളക്കരയിൽ ജനാധിപത്യപരമായി അധികാരത്തിൽ വരുന്ന ഒരു ഗവൺമെന്റ് വന്നപ്പോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തുന്ന ഒരു ഘട്ടമുണ്ടായി. ആ സമയത്ത് നായർ സമൂഹത്തിന്റെ അധിപനായ NSSന്റെ സ്ഥാപകനായിട്ടുള്ള മഹാനായ മന്നത്ത് പത്മനാഭൻ നീലം സജീവ റെഡ്ഡി എന്ന് പറയുന്ന AICCയുടെ പ്രസിഡന്റിന് കത്തെഴുതി. എന്തായിരുന്നു കത്തെന്നറിയുമോ? മുസ്ലിം ലീഗില്ലാത്ത ഒരു മന്ത്രിസഭ മലയാളത്തിന് അപൂർണമാണ്. മുസ്ലിം ലീഗില്ലാത്ത ഒരു മന്ത്രിസഭ മലയാളത്തിന് അപൂർണമാണ് എന്നെഴുതിയ മന്നത്ത് പത്മനാഭന്റെ സമുദായം മുസ്ലിം ലീഗിന് ഒരു 5ാം മന്ത്രിസ്ഥാനം കിട്ടുമ്പോ അതിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ കാണിക്കുന്നുവെങ്കിൽ അത് ചരിത്രത്തെ ഓർക്കാതെ പോവുകയാണ്. ഞാൻ ബഹുമാന്യനായ ആന്റണിയോട് പറയട്ടെ, ഭൂരിപക്ഷത്തിന്റെ വികാരം ന്യൂനപക്ഷം മാനിക്കണമെന്ന് ആന്റണി ഒരിക്കൽ പറഞ്ഞിരുന്നുവല്ലോ. ആ അഭിപ്രായം ആന്റണിക്ക് ഇപ്പോഴുമുണ്ടെങ്കിൽ അത് പറയേണ്ടത് സുകുമാരൻ നായരോടാണ്. അയാളോട് പറയണം, 27% ഇന്ത്യയിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ വികാരം അത് മാനിക്കേണ്ടതില്ലേ? അത് പരിപാലിക്കേണ്ടതില്ലേ? ഇവിടുത്തെ നായർ സമൂഹവും ഇവിടുത്തെ മുസ്ലിങ്ങളും മികച്ച ബന്ധം പുലർത്തിയവരാണ്. അങ്ങനെ പോയവരാണ്. ഇവിടുത്തെ ഈഴവ സമുദായവും അങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ 27% ഒരു ജനത അവന്റെ അഭിപ്രായങ്ങൾ, അവന്റെ സ്വാതന്ത്ര്യങ്ങൾ, അവന്റെ വികാരങ്ങൾ എല്ലാം അടിയറ വെക്കണം. പിണറായി വിജയൻ ചോദിക്കുന്നത് ലീഗ് രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്നാണ്. സമ്മർദ്ദം ചെലുത്തുന്നു 20 MLA-മാർ. സഖാവ് പിണറായി, 20 MLA-മാർ കേരള നിയമസഭയിൽ പോയത് ആർക്കെങ്കിലും ചൊറിഞ്ഞു കൊടുക്കാനല്ല, സമ്മർദ്ദം ചെലുത്താൻ തന്നെയാണ്. സമ്മർദ്ദം ചെലുത്താൻ. ആർക്കു വേണ്ടി സമ്മർദ്ദം ചെലുത്താൻ? ഞാൻ ജയിച്ചത് 18% മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു മണ്ഡലത്തിൽ നിന്നാണ്. പ്രഭാതത്തിൽ തുടക്കത്തിൽ ആ അമ്പലത്തിൽ പോയി എല്ലാ പൂജകളും കഴിഞ്ഞ് ചന്ദനക്കുറി നെറ്റിയിൽ വരച്ചു വെച്ച് അവർ പോളിംഗ് ബൂത്തിൽ വന്ന് അഭിവന്ദനായ ഹൈദർ അലി തങ്ങൾ എനിക്ക് തന്ന ഏണി ചിഹ്നത്തിൽ വോട്ട് ചെയ്താണ് എന്നെ നിയമസഭയിലേക്ക് എത്തിച്ചത്. അവർക്ക് വേണ്ടി എനിക്ക് സംസാരിക്കാൻ, അവർക്ക് വേണ്ടി എനിക്ക് സമ്മർദ്ദം ചെലുത്താൻ, അവർക്ക് വേണ്ടി ഗവൺമെന്റിന്റെ മുമ്പിൽ വാദിക്കാൻ എനിക്ക് പിണറായി വിജയന്റെ ചീട്ട് വേണമെന്ന് വന്നാൽ അന്ന് ഈ പണി നിർത്തിവെക്കും ഞങ്ങൾ. നിങ്ങൾ മനസ്സിലാക്കിക്കോ. പിണറായി വിജയൻ 20 MLA-മാർ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന വാദമുന്നയിക്കുകയാണ്. ചരിത്രമാരും വിസ്മരിക്കരുത്. കേരളത്തിന്റെ ചരിത്രമാരും വിസ്മരിക്കരുത്. ജനാധിപത്യ ചേരിയെ ശക്തിപ്പെടുത്തിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്നെയാണ്. കേരളത്തിലെ പിറവിക്ക് ശേഷം ആദ്യത്തിൽ അധികാരമേറ്റ ഒരു ഗവൺമെന്റ്, അന്ന് ആ ഗവൺമെന്റിന് സകല പിന്തുണയും കൊടുത്തു മുസ്ലിം ലീഗ്. പക്ഷെ അന്ന് ആ മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിനെ എടുത്തില്ല. ലീഗ് കാത്തിരുന്നില്ലേ? ജനാധിപത്യത്തിൽ ഈ കേരള പിറവിക്ക് ശേഷം കേരളത്തിൽ അധികാരത്തിൽ വന്ന എല്ലാ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പിന്തുണയുണ്ടായിരുന്നു. ആരും വിസ്മരിക്കരുത് ചരിത്രത്തെ, ആരും വിസ്മരിക്കരുത്. 900 ഈ കേരള പിറവിക്ക് ശേഷം കേരളത്തിൽ അധികാരത്തിൽ വന്ന എല്ലാ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടിയാണ്. എന്നാൽ ആദ്യത്തെ മന്ത്രിസഭയിൽ നിന്ന് മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തി മന്ത്രിസ്ഥാനം തരില്ലെന്ന് പറഞ്ഞു. ഈ രാജ്യത്തിലെ ജനങ്ങളുടെ മുമ്പിൽ കയ്യും കെട്ടി മുസ്ലിം ലീഗ് കാത്തിരുന്നു. ആർക്കെങ്കിലും മന്ത്രിയാവണമെങ്കിൽ അതിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വേണമെന്ന ചരിത്രത്തിന്റെ തിരുത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നത് ഈ ചരിത്രത്തിൽ ഞങ്ങൾ കാത്തിരുന്നിട്ടാണ്. ഈ രാജ്യത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ അംഗീകാരമാണ്. ഞങ്ങൾ ഈ രാജ്യത്ത് വിപ്ലവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വിമോചന സമരത്തെ എല്ലാവരും തള്ളിപ്പറഞ്ഞു. എന്തിനാണ് വിമോചന സമരത്തെ എല്ലാവരും തള്ളിപ്പറയുന്നത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തള്ളിപ്പറയുന്ന പ്രശ്നമില്ല. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? പരാഗ് വസന്തം എന്ന് പറയുന്നത് പോലെ, അറബ് വസന്തം എന്ന് പറയുന്ന പോലെ ഒരു കേരളീയ വസന്തമായിരുന്നു വിമോചന സമരം. അധികാരത്തിൽ ഒരട്ടയെ പോലെ കടിച്ചു തൂങ്ങിയ മാർക്സിസ്റ്റ് പാർട്ടിയെ മലയാളക്കരയിൽ അവനെ പിടിച്ചു വലിച്ചു താഴെയിട്ട ജനാധിപത്യ വിപ്ലവമായിരുന്നു ഈ വിമോചന സമരം എന്ന് പറയുന്നത്. അതിന്റെ ഫലം എന്താണെന്ന് അറിയുമോ? ആ വിമോചന സമരം നടന്നില്ലായിരുന്നുവെങ്കിൽ കേരളം ഒരു ബംഗാളാകുമായിരുന്നു. ബംഗാളിയിലെ യുവതയെ ഈ കേരളത്തിലെ അവന്റെ സ്വപ്നങ്ങൾ കരിച്ചു കളയാൻ
ഈ കേരളത്തിന്റെ നഗരങ്ങളിൽ വന്ന് എച്ചിലെടുക്കാൻ ടാഗോറിന്റെ മക്കളെ പറഞ്ഞുവിട്ട CPM-ന്റെ കിരാതഭരണം ബംഗാളിലെ ജനങ്ങൾക്കൊന്നും നൽകിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, കേരളത്തിലെ ജനങ്ങളെ ബംഗാളിലെ ജനങ്ങളെ പോലെ അങ്ങ് അപകടത്തിലേക്ക് കൊണ്ടുപോകാതിരുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അന്ന് നേതൃത്വം കൊടുത്ത, പങ്കാളിത്തം വഹിച്ച വിമോചന സമരമാണ്. ഐഡിയൽ യൂത്ത് കോറിന്റെ പ്രവർത്തകരോട് ഞാൻ പറയട്ടെ, കാത്തിരിക്കുക. ജനാധിപത്യത്തിന്റെ വിധ്വംസകം നടത്തുന്ന ഏതൊരു ഗവൺമെന്റ് രാജ്യത്ത് വന്നാലും, ഈ രാജ്യത്തിലെ പൗരന്റെ അവകാശങ്ങൾ ഹനിക്കുന്ന ഏതു ഗവൺമെന്റ് വന്നാലും, ഇനിയൊരു വിമോചന സമരം നടത്താൻ, അവരെയൊക്കെ പിടിച്ചു വലിച്ചു താഴെയിടാൻ വീണ്ടും ഒരു വിമോചന സമരത്തിന്റെ ധൈര്യം നിങ്ങളുടെ നെഞ്ചിൻ കൂട്ടിലുണ്ടാവണം. നിങ്ങളുടെ പൂർവ്വസൂരികൾ ചെയ്ത മാർഗത്തിൽ അതാരെങ്കിലും പറയുന്ന പോലെ അതിന്റെ മുമ്പിൽ പെടേണ്ടതില്ല. ജനാധിപത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോകാൻ കഴിയണം. ഇവിടെ പലരുമുണ്ടല്ലോ, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിൽക്കുമ്പോ ഒരു വലിയ ചതിയുടെ, ഒരു മഹാക്രൂരതയുടെ, ഒരു വൃത്തികെട്ട രാഷ്ട്രീയത്തിന്റെ, ഒരു അധമ രാഷ്ട്രീയത്തിന്റെ അവരുടെ ഒരു ഇരകിട സങ്കടം എന്റെ മനസ്സിലുണ്ടായിരുന്നു. കണ്ണൂരിലെ ഒരു MLA എന്ന നിലക്ക് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരു വല്ലാത്ത സങ്കടം. അത് മറ്റൊന്നും ആലോചിച്ചല്ല. എന്ത് വൃത്തികെട്ട രാഷ്ട്രീയമാണ് പിണറായി വിജയ നിങ്ങൾ ഈ കളിക്കുന്നത്. കൊലപാതകത്തിൽ പോലും സത്യസന്ധത കാണിക്കാൻ കഴിയാത്ത ഒരു പാർട്ടി. ഇന്ത്യയിൽ എത്ര തീവ്രവാദ സംഘടനകളുണ്ട്, നക്സലൈറ്റുകളുണ്ട്. എവിടെയും തീവ്രവാദം നടത്തുന്നവർ അവർ എത്ര വലിയ തീവ്രവാദികളാണെങ്കിലും അവരൊരു ബോംബ് വെച്ചാൽ, ഒരു മനുഷ്യനെ കൊന്നാൽ, ഒരാൾക്കൂട്ടത്തെ കൊന്നാൽ അവരത് ഏറ്റെടുക്കും. ഞങ്ങളാണ് ചെയ്തത്. CPM-കാരാ, അതൊരു മാന്യതയാണ്. അമാന്യമായ നടപടികളും അവർക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു മാന്യതയാണ്. കൊലപാതകത്തിൽ പോലും മാന്യത കാണിക്കാത്ത പാർട്ടിയാണ് CPM. അതിൽ പോലും ചന്ദ്രശേഖരന്റെ ചോര മാത്രമല്ല, ഷുക്കൂറിന്റെ ചോര. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഷുക്കൂറിന്റെ ചോര ഞാൻ ഈ പ്രവർത്തകരെ മുഴുവൻ സാക്ഷി നിർത്തി പറയുന്നു. നിങ്ങൾ 2 സാക്ഷികളെ വിലക്ക് വാങ്ങി, ഭീഷണിപ്പെടുത്തിയാകാം, പണം കൊടുത്താവാം. പക്ഷേ 2 അല്ല 10 സാക്ഷികളെ നിങ്ങൾ വിലക്ക് വാങ്ങിയാലും ഒന്നുറപ്പിച്ചോ, ഞങ്ങളുടെ ചങ്കിൽ ചോരയുള്ള കാലത്തോളം ജയരാജ ജയരാജനെ മനസ്സിൽ കുറിച്ചിട്ടോ, ഇന്ത്യ രാജ്യത്ത് കിട്ടാവുന്ന നിയമവ്യവസ്ഥയുടെ ഏതറ്റത്ത് പോകേണ്ടി വന്നാലും നീ ചെയ്ത പാപത്തിന് ജയിലിൽ അടക്കാതെ അവസാനിപ്പിക്കുന്ന ഈ യുദ്ധം, ആ വഴിയിൽ ജീവിതം കളയേണ്ടി വന്നാലും, ആ വഴിയിൽ ജീവൻ ത്യജിക്കേണ്ടി വന്നാലും ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങൾ വിടില്ല. നിങ്ങൾ കളി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. കാത്തിരിക്കുക യൂത്ത് ലീഗുകാരാ. വരുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഞങ്ങൾ ഈ രംഗത്ത് ചെയ്യാൻ പോകുന്നത് എന്താണോ, ജയരാജൻ ഭയപ്പെടണ്ട. ഇരുട്ടിന്റെ മറവിൽ കത്തിയുമായി ഈ ഐഡിയൽ യൂത്ത് കോർ കാത്തിരിക്കില്ല. ഞങ്ങൾ കാത്തിരിക്കുന്നത് നിയമത്തിന്റെ ഇടപെടലിലാണ്, നിയമത്തിന്റെ ഇടനാഴികളിലാണ്. അവിടെ കൊണ്ടുവരും ജയരാജനെ. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് ഒരു സത്യമുണ്ടെങ്കിൽ, ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് ഒരു സത്യമുണ്ടെങ്കിൽ, റാം എന്നുച്ചരിച്ച് ഇവിടുത്തെ മുസൽമാൻ ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞ് മരിച്ചുപോയ ഗാന്ധിജിയുടെ സ്വപ്നത്തിന് സത്യമുണ്ടെങ്കിൽ, ഷുക്കൂറിന്റെ ഉമ്മയുടെ കണ്ണുനീരിന് സത്യമുണ്ടെങ്കിൽ, ജയരാജ നിന്നെ വിടില്ല. അത് ഉറപ്പിച്ചോളൂ. അത് നിങ്ങൾ ഉറപ്പിച്ചോളൂ. ഞാൻ എന്റെ യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് ഉറപ്പ് തരുകയാണ്. ഈ പാവങ്ങളുടെ ചോര കൊണ്ട് നിങ്ങൾ എവിടുക്ക CPM-കാരാ ഉണ്ടാക്കാൻ പോകുന്നത്? പിണറായി ഇടക്കിടക്ക് പറയാറുണ്ട്, ഈ CPM-നെ തകർക്കാൻ ഞാൻ ആരെയും അനുവദിക്കാറില്ല. മൂപ്പര് പറയേണ്ടത് ഞാൻ തന്നെ ചെയ്തോളാം, പിന്നെ ഞങ്ങൾ വരുന്നതെന്നാണ് അല്ലേ? മൂപ്പര് തന്നെ തകർക്കും. ഈ കൊലയാളികളുടെ പാർട്ടിയെ, ഈ അതിക്രമകാരികളുടെ പാർട്ടിയെ വിടില്ല. ഞാൻ ഐഡിയൽ യൂത്ത് കോറിന്റെ പ്രവർത്തകരോട് ഞാൻ പറയട്ടെ, സമുദായം നേടിയ നേട്ടങ്ങളുടെ കാവൽക്കാരാവണം നിങ്ങൾ. സമുദായം ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ നേതാക്കന്മാർ അവർ വിരിച്ചു തന്ന പട്ടുമെത്തയിൽ കിടക്കുകയാണ് നിങ്ങൾ, അല്ലേ? എന്തെല്ലാം നേട്ടങ്ങൾ! ആ നേട്ടങ്ങളുടെ കൂടെ കാവൽക്കാരാകണം സഹോദരന്മാരെ നിങ്ങൾ. എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എന്തെല്ലാം മഹാസൗധങ്ങൾ! ലീഗ് ഒന്നും കയ്യിൽ വെച്ചില്ലല്ലോ, ലീഗ് ഒരു കച്ചവടം നടത്തിയില്ലല്ലോ. 65 കൊല്ലം കൊണ്ട് നേട്ടങ്ങളുടെ കൊട്ടാരം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാക്കി തന്നത് ലീഗാണ്. ആ നേട്ടങ്ങൾ സമുദായത്തിന് വേണ്ടിയാണ്. നേരത്തെ പറഞ്ഞില്ലേ, സെഡ് അഭിമതനായ സിറാജ് സെഡ് CH കണ്ട ഒരു സ്വപ്നത്തെ കുറിച്ച്. അങ്ങനെ ഒരുപാട് സ്വപ്നം കണ്ടവർ, ഒരുപാട് ത്യാഗം ചെയ്തവർ, അവരുണ്ടാക്കി വെച്ച ഈ നേട്ടങ്ങൾ സമുദായത്തിലെ കുറെ സമ്പന്നന്മാർക്ക് തിന്നു കൊടുക്കാൻ മാത്രമുള്ളതല്ല, സമുദായത്തിലെ ഏതെങ്കിലും കുഗ്രാമത്തിൽ താമസിക്കുന്ന പാവപ്പെട്ട മുസൽമാന് കൂടെ ലഭിക്കാനുള്ളതാണ്. ഐക്യജനാധിപത്യം എന്ന ഗവൺമെന്റ് ആവട്ടെ, ഇടതുപക്ഷമാവട്ടെ, യൂത്ത് ലീഗിൽ സാദിഖും സുബൈറും ഒക്കെ ഒരു സമരം നടത്തി ഞങ്ങൾക്ക് ഇന്നത് വേണം എന്ന് അവകാശ സമരങ്ങൾ നയിക്കുന്നതിന് മുമ്പ് ഐഡിയൽ യൂത്ത് കോറിന്റെ പ്രവർത്തകരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ നാട്ടിൽ ഈ സമുദായത്തിന് മഹാന്മാരായ നേതാക്കന്മാർ നൽകിയിട്ടുള്ള സ്ഥാപനങ്ങൾ
കണ്ണിലെ കൃഷ്ണമണി പോലെ നിങ്ങൾ കാക്കണം. അതിന്റെ തലപ്പത്ത്, അതിന്റെ മുകളിൽ കച്ചവടത്തിന്റെ താല്പര്യം വെച്ചിരിക്കുന്നവൻ ആരായാലും, സമുദായത്തിന്റെ വിയർപ്പ് കൊണ്ട് കെട്ടിപ്പൊക്കിയ സ്ഥാപനം അവന്റെ തറവാട്ടു സ്വത്തല്ലെന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന സമരം ഉണ്ടാകണം നിങ്ങളിൽ നിന്ന്. സമുദായത്തിന് ഒരു ജനത വാങ്ങിത്തന്ന അവകാശങ്ങളുടെ സംരക്ഷകരാവണം നിങ്ങൾ. പ്രകൃതിയുടെ സംരക്ഷകരാവണം. നിങ്ങൾക്കേ കഴിയൂ അതിന്. നിങ്ങൾക്ക് മാത്രം. എല്ലാ വെള്ളിയാഴ്ചയും ചെന്ന് അതൊരു ചുണ്ടമനക്കാമായി കൂടാ. പർവ്വതങ്ങളെ നോക്കണം, അരുവികളെ നോക്കണം, ഈ ചുറ്റുപാടുകളെ നോക്കണം, പറവകളെ നോക്കണം. ഈ മനോഹരമായ ഭൂമി നമുക്ക് മാത്രം താമസിക്കാനല്ല അള്ളാഹു തന്നത്. നമുക്കും ഈ ഭക്ഷ്യമൃഗാദികൾക്കും നമ്മുടെ നാട്ടിലെ ഒരു കൊച്ചു വിരക്ക് പോലും അള്ളാഹു ഒരുക്കി കൊടുത്ത ഭൂമിയാ. ആ ഭൂമിയിൽ അഹങ്കാരം കളിക്കാൻ പാടില്ല. ഈ പ്രകൃതിയെ തകർക്കാൻ വരുന്നവന്റെ കൈ പിടിച്ചു നിർത്താൻ യൂത്ത് ലീഗുകാരാ നിങ്ങൾക്ക് കഴിയണം. ഐഡിയൽ യൂത്ത് കോറിന്റെ പ്രവർത്തകന്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ വിയർപ്പിന്റെ ഫലമാണ് കേരള നിയമസഭയിലെ 20 MLA-മാർ. പക്ഷെ നിങ്ങൾ അറിയേണ്ടത്, ആ 20 MLA-മാർക്ക് കാവലിരിക്കുന്ന പണിയല്ല നിങ്ങളുടെ പണി. ആ മന്ത്രിമന്ദിരങ്ങളും തിരുവനന്തപുരത്തും കയറിറങ്ങി ഭരണത്തിന്റെ ആസ്വാദകരാവുന്ന പണിയല്ല നിങ്ങൾക്ക്. നിങ്ങൾ പറഞ്ഞു വിട്ട 20 MLA-മാർ ഈ രാജ്യത്തിന്റെ, ഈ സമുദായത്തിന്റെ കാവൽക്കാരാവണം. അല്ലാതെ വരുമ്പോൾ അവരെ തിരുത്താൻ കഴിയുന്ന നട്ടല് ഐഡിയൽ യൂത്ത് കോറിന്റെ പ്രവർത്തകന്മാർക്കുണ്ടായിരിക്കണം. നിങ്ങൾ 20 MLA-മാരുടെ കാവൽക്കാരല്ല, മറിച്ചോ അവരെ നിങ്ങൾ ഈ സമുദായത്തിന്റെ കാവൽക്കാരായി പറഞ്ഞു വിട്ടതാണ്. ഐഡിയൽ യൂത്ത് കോറിന്റെ പ്രവർത്തകരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ നിരാലംബരുടെ, നിരാശ്രയരുടെ, പാവപ്പെട്ടവരുടെ ഒരു കൈത്താങ്ങാവണം. അവർക്ക് സങ്കടമുണ്ടാവുമ്പോ നിങ്ങളെ അവർ ഓർക്കണം. ഐഡിയൽ യൂത്ത് കോറിന്റെ പ്രവർത്തകരോട് ഞാൻ പറയട്ടെ, ഇതൊരു മാതൃകയാണ്. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് മാത്രമല്ല, അങ്ങ് വലിയ അതിഥികൾ വന്നിരുന്നു പോയ ഒരു വേദി എത്ര മനോഹരമാണ്, എത്ര ലളിതമാണ്, എത്ര സുന്ദരമാണ്. ഇതാ സമുദായം ദൂർത്തുകൊണ്ട് വലയുകയാണ്. സമുദായത്തിൽ വ്യക്തികൾ നടത്തുന്ന കല്യാണങ്ങളുടെ ദൂർത്ത്, അവന്റെ വീടിന്റെ ദൂർത്ത്, അവന്റെ ജീവിതത്തിന്റെ ദൂർത്ത്, അത് അരുതെന്ന് പറയാൻ ആർക്കാ കഴിയണമെങ്കിൽ കഴിയേണ്ടവർ നടത്തുന്ന ദൂർത്തോ. കോഴിക്കോട് നഗരം ഒരു വർഷമാകുമ്പോ എത്ര മതസംഘടനകളുടെ സമ്മേളന ദൂർത്തുകൊണ്ട് ഈ സമരം, ഈ നഗരം ശബ്ദമുഖരിതമാകാറുണ്ട്. എത്ര കോടികളാണ് തുലക്കുന്നത്, എത്ര കോടികൾ. അരമണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ നേതാക്കന്മാർക്ക് പ്രസംഗിക്കാനുള്ള വേദികൾ 40 ലക്ഷം കൊണ്ട് തികയാതെ വരുന്നത് എന്തുകൊണ്ടാണ്? യൂത്ത് ലീഗുകാരാ. ഇനി ഒരു പ്രവാചകൻ വരാനില്ല. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു കഴിഞ്ഞല്ലോ. അത് അന്ത്യപ്രവാചകനാണ്, ഇനി വരില്ല. ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങളെ തിരുത്താൻ ഒരാളും വരില്ല. പക്ഷേ നിങ്ങൾ സ്വയം തിരുത്തി മുന്നോട്ട് പോകണം. സമുദായം അഭിമുഖീകരിക്കുന്ന ദൂർത്ത്, സമുദായം അഭിമുഖീകരിക്കുന്ന അനാശാസ്യം നിങ്ങൾ ആലോചിക്കുക. എല്ലാ ഭൗതികയും ഇതയം നമ്മൾ ഒരുക്കി വെക്കുമ്പോ ഒന്നാഞ്ഞു പിടിച്ചാൽ ഉള്ളു തകർന്നു പോകുന്ന ദുർബലത ഈ സമുദായത്തെ ഭീകരമായി വന്ന് വേട്ടയാടുമ്പോ ആ സമുദായത്തിന്റെ കരുത്താവണം ഐഡിയൽ യൂത്ത് കോർ പ്രവർത്തകന്മാരെ. നിങ്ങൾ സമുദായത്തിന്റെ കാവൽക്കാരാവണം. നിങ്ങൾ അതിനു കഴിയണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ മതത്തിന്റെ കാവൽക്കാരല്ല. മതത്തിന് ഒരുത്തന്റെയും കാവൽ ആവശ്യമില്ല. ആരെങ്കിലും അരയിൽ തിരികെ വെച്ച കത്തി കൊണ്ട്, അവൻ കൈവശം വെക്കുന്ന ബോംബ് കൊണ്ട് നിൽക്കേണ്ട മതമാണ് അള്ളാഹുവിന്റെ ദീൻ എന്ന് നിങ്ങൾ വിചാരിച്ചോ? അത്ര ദുർബലമാണോ അള്ളാഹുവിന്റെ ദീൻ? അല്ലല്ലോ. നിങ്ങൾ ഒരുത്തന്റെയും കാവൽ ദീനിനു വേണ്ട. നിങ്ങൾ ദീനിന്റെ പ്രചാരകരാവണം. അള്ളാഹുവിന്റെ വിശുദ്ധമായ മതം, അള്ളാഹുവിന്റെ വിശുദ്ധമായ വാക്യം, പരിശുദ്ധ ഖുർആൻ കുറെ ഗുണ്ടകളും പോക്കരികളും തെമ്മാടികളും സംരക്ഷിക്കപ്പെടേണ്ടതല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തു ദീൻ, എന്ത് അള്ളാഹു? ഇല്ലേ? അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മളെ കൊണ്ട് നിൽക്കേണ്ട മതമാണോ ദീൻ? നിങ്ങൾ ദഅവത്ത് നടത്തുക. വിശുദ്ധ ഖുർആൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഇബ്രാഹിം നബിയെ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. എങ്ങനെ 2014 ആകുമ്പോഴേക്ക് മുസ്ലിം സമുദായത്തിന്റെ കാനേഷുമാരിയിലേക്ക് കുറച്ചാളുകളെ കൂട്ടാമെന്ന് നിങ്ങൾ ആർക്കും എഗ്രിമെന്റ് കൊടുത്തിട്ടില്ല. നിങ്ങൾ നടത്തുക. വരേണ്ടവർ വരും, അറിയേണ്ടവരറിയും. പക്ഷെ അതിന് കഴിയേണ്ടത് ജീവിതത്തെ ഒരു പ്രബോധനമാക്കി മാറ്റാൻ